ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഫ്രഞ്ച് ടോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതുപോലൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മുട്ട എടുക്കാം. ഞാനിപ്പോൾ 2 മുട്ടയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കണം. പാല് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. മുട്ട എത്ര എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് പാല് കൂട്ടിയെടുക്കാം. പിന്നെ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം. കുറച്ചധിക സമയം നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ടിരിക്കുന്നത്. അതും ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. പിന്നെ മല്ലിയില ഇട്ട് കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യത്തിന് ഇട്ടാൽ മതി, നോക്കിയിട്ടിടണം. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് എരിവൊക്കെ കുറച്ചിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊക്കെ നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് നേരം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാം മല്ലിയിലയും മുളക് പൊടിയും കുരുമുളക് പൊടിയും എല്ലാം മുട്ടയും പാലും എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ട് ഒരു ബാറ്ററാക്കി എടുക്കണം. ഇനി നമുക്കിതുപോലെ ഒരു തവ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഗീ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഗീ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബ്രെഡ് ഞാൻ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് 2 ബ്രെഡ് ചേർത്ത് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. 4 ഭാഗത്തും ഇത് കവറാവുന്ന രീതിയിൽ നമുക്കിത് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ തവയിലേക്ക് വെക്കുമ്പം ആ മസാലകളും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കാം. അതുപോലെ വീണ്ടും രണ്ടാമത്തെ ബ്രെഡ് പീസും കൂടെ സെയിം പോലെ ചെയ്യാം. ഇനി ഇത് കുറച്ച് സമയം നന്നായിട്ട് സിമ്മിലിട്ടിട്ട് മൊരിച്ചെടുക്കണം. സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഉള്ളിലുള്ള മസാലകളൊക്കെ മുട്ടയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അതൊക്കെ നന്നായിട്ട് വെന്ത് വരണം. മൊരിഞ്ഞു വരുമ്പോൾ നമുക്കിത് തിരിച്ചിടാം. പിന്നെ 4 ഭാഗത്തും നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കണം. മുട്ടയും പാലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം സിമ്മിലിട്ടിട്ട് 4 ഭാഗത്തും നന്നായിട്ട് ഇത് വേവുന്നത് വരെ 4 സൈഡും വെച്ച് ബ്രൗൺ കളർ ആവുന്നത് വരെ വേവിച്ചെടുക്കണം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടോ. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ടുള്ളതാണ്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രഞ്ച് ടോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.